അന്താരാഷ്ട്ര ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവലിന് ഒരുങ്ങി തളിപ്പറമ്പ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത്. ശനിയാഴ്ച തുടങ്ങുന്ന മേളയിൽ 34 സിനിമകൾ പ്രദർശിപ്പിക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ പറഞ്ഞു. മുൻനിര ചലച്ചിത്രമേളകളിൽ ഉന്നത പുരസ്കാരങ്ങൾ നേടിയ 9 സമകാലിക ലോക സിനിമകൾ പ്രദർശിപ്പിക്കുന്നു എന്നതാണ് തളിപ്പറമ്പിൽ നടക്കുന്ന ഹാപ്പിനെസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ സവിശേഷത. 34 സിനിമകളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. തളിപ്പറമ്പിലെ ക്ലാസിക് ക്രൗൺ, ആലിംഗിൽ പാരഡൈസ് എന്നീ 3 തിയേറ്ററുകളിലായാണ് മേള നടക്കുക. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്നതാണ് ഉദ്ഘാടന ചിത്രം. ശനിയാഴ്ച രാവിലെ 9:45 മുതൽ പ്രദർശനങ്ങൾ ആരംഭിക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9:45 പ്രദർശനങ്ങൾ ആരംഭിക്കും. ഉദ്ഘാടന ചിത്രമായി ജാഫർ പനാഹിയുടെ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ് പ്രദർശിപ്പിക്കും. ക്ലാസിക് തിയേറ്ററിൽ 6 മണിക്കാണ് പ്രദർശനം. 21-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ് പ്രദർശനം. 2025 കാൻ ചലച്ചിത്രമേളയിൽ പാം ദിയോർ നേടിയിട്ടുള്ള ചലച്ചിത്രമാണ്. മികച്ച വിദേശ ഭാഷാ ചിത്രം, തിരക്കഥ എന്നീ വിഭാഗങ്ങളിലെ ഓസ്കാർ നോമിനേഷൻ നേടിയിട്ടുള്ള ചലച്ചിത്രമാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുള്ള അറിയാം, ബെർലിൻ ചലച്ചിത്രമേളയിൽ ഇറാനിലെ നടക്കുന്ന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നേരത്തെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന 2015 പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഗോൾഡൻ ബെയർ പുരസ്കാരം ഈ ബെർലിൻ മേളയിൽ അദ്ദേഹത്തിന് നൽകുമെന്നാണ് തീരുമാനിച്ചിരുന്നത്. എല്ലാ ദിവസവും ഓരോ തിയേറ്ററിലും 4 പ്രദർശനങ്ങൾ വീതം ഉണ്ടാകും. മേളയോടനുബന്ധിച്ച് ഓപ്പൺ ഫോറം, എക്സിബിഷൻ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കുമെന്നും ചലച്ചിത്ര അക്കാദമി ഭാരവാഹികൾ പറഞ്ഞു. മേളയുടെ സമാപന ചടങ്ങ് 23-ന് വൈകിട്ട് 6 മണിക്ക് ക്ലാസിക് തിയേറ്ററിൽ നടക്കും. ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ ഡോക്ടർ റസുൽ പൂക്കുട്ടി, വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ, KSIDC ചെയർപേഴ്സൺ K മധു, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ മധുപാൽ തുടങ്ങിയവർ സമാപന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഭാരവാഹികളായ ഷെറി ഗോവിന്ദ്, H ഷാജി, ഡോക്ടർ NP സജീഷ്, വിനീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.